ഹൊസെ മൗറീനിയോ ഒരു ക്ലബിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്താൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നത്തിങ് ഇസ് ഗോയിങ് ടു ബി ദ സെയിം anymore. ടാക്ടിക്സ്, കളിക്കാർ, മീഡിയ, ഡ്രസ്സിംഗ് റൂം, എതിരാളികൾ ഒന്നും. I'm sorry, I'm a bit arrogant. We have a top manager. കാരണം അയാൾ വരുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു. കോട്ടകൊത്തളങ്ങളെല്ലാം തച്ചു തകർത്ത് കൺമുൻപിൽ കാണുന്നതെല്ലാം നിലംപരിശായി ബ്രിക്ക് ബൈ ബ്രിക്ക് തന്റെ സാമ്രാജ്യം പടുത്തുയർത്താൻ. ഹി വാസ് റൂത്ത്ലെസ്, കണ്ണിങ് ആൻഡ് അൺഅപ്പോളജറ്റിക്കലി ഡിസ്ട്രക്റ്റീവ്. ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഈ പുകമറയ്ക്ക് പിന്നിൽ തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ഒരു പറ്റം പോരാളികളെ അയാൾ തയ്യാറാക്കി. അവർ അസാധ്യമെന്ന് തോന്നിച്ച പല വിജയങ്ങളും അയാൾക്ക് വേണ്ടി പൊരുതി. നിങ്ങൾക്ക് അയാളുടെ രീതികളോട് ആരാധനയാവും, വിയോജിപ്പാവാം, ഒരുപക്ഷെ അസത്യമായ വെറുപ്പാവാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല, സ്പെഷ്യൽ. I think I'm a special one. യൂറോപ്പിലെ പ്രധാന ലീഗുകളിലെല്ലാം മാറ്റിവെച്ച് നേടാവുന്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കി ഒടുവിൽ കാലത്തിന്റെ അനിവാര്യമായ കുത്തൊഴുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പോയ അയാളുടെ സംഭവബഹുലമായ കഥയാണ് പന്തളിക്കഥകളിൽ ഇത്തവണ. ലിസ്ബണിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച മൗറീനിയോ പ്രൊഫഷണൽ ഫുട്ബോളറും ഫുട്ബോൾ പരിശീലകനുമായിരുന്ന തന്റെ പിതാവിന്റെ കാലടികളെ പിന്തുടർന്നാണ് ഫുട്ബോളിലേക്ക് തിരിയുന്നത്. ചില ലോക്കൽ ക്ലബ്ബുകളുടെ യൂത്ത് ടീമിലും റിസർവ് ലിസ്റ്റിലുമെല്ലാം കുറച്ചു കാലം ഒരു മിഡ്ഫീൽഡറായി കളിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തന്റെ സ്ഥാനം ടച്ച് ലൈനിന് പുറത്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദവും ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന്റെ കോച്ചിങ് കോഴ്സും എല്ലാം കഴിഞ്ഞ് ചില ലോക്കൽ ക്ലബ്ബുകളിലെല്ലാം സ്കൗട്ടായും അസിസ്റ്റന്റ് കോച്ചായും എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സുവർണാവസരം അവന് കൈവരുന്നത്. സ്പോർട്ടിംഗ് സിപിയുടെ പുതിയ മാനേജറായി ചുമതലയെടുക്കുന്ന ബോബി റോബ്സണ് ഇംഗ്ലീഷും പോർച്ചുഗലും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു ലോക്കൽ കോച്ചിന്റെ സഹായം വേണം. ഒരു ട്രാൻസ്ലേറ്ററുടെ ജോലിയാണ് ആദ്യം ലഭിക്കുന്നതെങ്കിലും അവന്റെ ഫുട്ബോൾ നോളജും ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യാനുള്ള ശ്രദ്ധയും റോബ്സൺ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ റോബ്സൺ ബാഴ്സയിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തെ പിന്തുടരാനും അതിനുശേഷം ലൂയിസ് വാൻഗാലിന്റെ അസിസ്റ്റന്റ് മാനേജർ ആവാനും ബാഴ്സ ബി ടീമിനെ കോച്ച് ചെയ്യാനുമെല്ലാം അവന് അവസരം ലഭിച്ചു. മൗറീനിയോയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ വാൻഗാലാണ് അവനൊരു ഇൻഡിപെൻഡന്റ് കോച്ചാവാനും തിരികെ പോർച്ചുഗലിലേക്ക് തന്നെ പോകാനുമെല്ലാം പ്രചോദിപ്പിക്കുന്നത്. പലരും മൗറീനിയോയുടെ ആദ്യ ക്ലബായി കണക്കാക്കുന്നത് FC പോർട്ടോ ആണെങ്കിലും അതിനു മുൻപേ ബെൻഫിക്ക, ഉനിയൻ ഏരിയ എന്നീ 2 ക്ലബ്ബുകളെ അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട്. ഇരു ക്ലബ്ബുകളിലും വളരെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ തന്റെ പ്രതിഭയും ആരെയും കൂസാത്ത വ്യക്തിമുദ്രയും പതിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം കളമൊഴിയുന്നത്. ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്ന പോർട്ടോയിലേക്ക് 2002 ജനുവരിയിൽ കടന്നു വരുന്ന അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തന്റെ സിസ്റ്റത്തിന് യോജിക്കാത്ത കളിക്കാരെല്ലാം യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ പുറത്താക്കിയ ശേഷം തനിക്ക് വേണ്ട ഒരു പറ്റം യുവ പോരാളികളെ സൈൻ ചെയ്യുകയാണ്. ഡെക്കോ, റിക്കാർഡോ കാർവാലിയോ, പോളോ ഫെറീറ തുടങ്ങി ഇവർ പലരും പിൽക്കാലത്ത് പോർട്ടോയ്ക്ക് ശേഷവും മൗറീനിയോയുടെ കീഴിൽ കളിച്ചിട്ടുണ്ട് എന്നത് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ചില കളിക്കാരുമായി അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയുന്ന ആത്മബന്ധത്തിന്റെ കൂടെ തെളിവാണ്. ഒറ്റ സീസൺ കൊണ്ട് തന്നെ ഒരു ആവറേജ് ഗ്രൂപ്പിനെ ചാമ്പ്യൻ പ്ലേയേഴ്സാക്കി മാറ്റിയ അദ്ദേഹം പോർട്ടോയെ പോർച്ചുഗലിലെ ഏറ്റവും മികച്ച ടീമാക്കി മാറ്റി. റെക്കോർഡ് പോയിന്റ് നേട്ടത്തോടെ ലീഗ് സ്വന്തമാക്കിയ പോർട്ടോ ഡൊമസ്റ്റിക് കപ്പും ഇന്നത്തെ യൂറോപ്പ ലീഗിന് സമാനമായ യുഎഫ കപ്പും സ്വന്തമാക്കി. ആദ്യ സീസൺ തന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നെങ്കിൽ രണ്ടാം സീസണിൽ ഫുട്ബോളിലേക്കും കേട്ടുകേൾവിയില്ലാത്ത ചരിത്രം അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചിട്ടു. യുവതാരങ്ങളെ എല്ലാവരും മറന്നു തുടങ്ങിയിരുന്ന ഒരു പറ്റം വെറ്ററൻസിനെയും വെച്ച് മൗറീനിയോ കളത്തിലിറക്കിയ ലെവൽ ചാമ്പ്യൻസ് ലീഗിലും അതിന്റെ അലയടികൾ സൃഷ്ടിക്കാൻ തുടങ്ങി. റയൽ മാഡ്രിഡും മാർസയും അടങ്ങുന്ന ദുർഘടമായ ഗ്രൂപ്പിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ച് അവരെ കാത്തിരുന്നത് അലക്സ് ഫെർഗൂസന്റെ ചുവന്ന ചെകുത്താന്മാരാണ്. ആദ്യ പാദത്തിൽ ക്വിന്റൺ ഫോർച്യൂണിലൂടെ തുടക്കത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ് നേടിയെങ്കിലും പെന്നി മക്കാർത്തിയുടെ ഇരട്ട ഗോളുകളിലൂടെ പോർട്ടോ തിരിച്ചടിച്ചു. അവരുടെ ഹൈ പ്രസിംഗിനും കൗണ്ടർ അറ്റാക്കിനും മുൻപിൽ സാക്ഷാൽ സാഫിന് പോലും അടിവതറി. അപ്രതീക്ഷിതമായ അടിയിൽ വല്ലാതെ മുറിവേറ്റ യുണൈറ്റഡ് ഓൾഡ് ട്രഫോർഡിലെ 2ാം പാദ മത്സരത്തിൽ പോൾ സ്പോർട്സിലൂടെ ആദ്യം ലീഡ് നൽകുന്നുണ്ടെങ്കിലും പതറാതെ പിടിച്ചു നിന്ന പോർട്ടോ അവസാന നിമിഷങ്ങളിൽ ഇക്വലൈസ് ചെയ്യുകയും അഗ്രിഗേറ്റ് സ്കോറിന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ മത്സരത്തിലെ സെലിബ്രേഷനും പിന്നീട് വളരെ പ്രശസ്തമായ മൗറീനിയോയുടെ ടച്ച് ലൈൻ റണ്ണും അദ്ദേഹത്തിന് ലോകമെമ്പാടും ആരാധകരെ ഹേറ്റേഴ്സിനെ സൃഷ്ടിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ലിയോണിനെയും സെമിയിൽ ഡിപ്പോർട്ടീവോയും പരാജയപ്പെടുത്തിയ അവർ നിർണായക ഫൈനലിൽ മൊണാക്കോയെ 3 ഗോളിന് തകർത്തെറിഞ്ഞുകൊണ്ട് ചരിത്രത്താളുകളിൽ എന്നേക്കുമായി തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു. യൂറോപ്പിലെ വമ്പന്മാരെല്ലാം ഒരു സ്റ്റാർ പ്ലെയർ പോലും ഇല്ലാതെ തകർത്തെറിഞ്ഞ ഹൊസെ മൗറീനിയോ എന്ന ടാക്ടിക്കൽ ജീനിയസിന് മാനേജർമാരുടെ വിപണിയിൽ ഡിമാൻഡ് ഏറെയായി. പോർട്ടോയിൽ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞ അയാൾക്കും പുതിയൊരു ചലഞ്ചിന് സമയമായെന്ന് തോന്നി തുടങ്ങി. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും എല്ലാം ഫിനിഷിംഗ് ലൈനിന്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുകയായിരുന്ന റോമൻ അബ്രമോവിച്ചിന്റെ ചെൽസിക്ക് പിന്നെ ആവശ്യം നിർണായകമായ അവസാന ലാപ്പ് കൂടെ ജയിക്കാൻ പോകുന്ന ഒരു ചാമ്പ്യൻ മാനേജറായിരുന്നു.
തനിക്ക് വേണ്ട കളിക്കാരെ ആരൊക്കെയാണ് കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന മൗറിഞ്ഞോ വലിയ പേരുകൾക്ക് പുറകെ പോകാതെ ദ്രോഗ്ബയും എസ്സിയാനെയും സൈൻ ചെയ്യുകയും പോർട്ടോയിൽ നിന്ന് പോളോ ഫെറേറയും കാർവാലിയെയും കൂടെ കൂട്ടുകയും ചെയ്തു. ഒരിക്കൽ കൂടെ അയാൾ ചരിത്രം ആവർത്തിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ പരമ്പരാഗത ശക്തികൾക്കെല്ലാം മൗറിഞ്ഞോയ്ക്ക് മുന്നിൽ അടിപതറി. റെക്കോർഡുകളെല്ലാം ഒന്നൊന്നായി പഴങ്കതയായപ്പോൾ 95 പോയിന്റ് നേടിക്കൊണ്ട് ലീഗ് സ്വന്തമാക്കുന്ന ചെൽസി ആ സീസണിൽ ആകെ വഴങ്ങുന്നത് 15 ഗോളുകളാണ്. പ്രീമിയർ ലീഗിലെ എക്കാലത്തെ മികച്ച സ്ക്വാഡുകളിലൊന്നിനെ വാർത്തെടുത്ത മൗറിഞ്ഞോയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ലിവർപൂളിനെതിരെ കുപ്രസിദ്ധമായ ഗോസ്റ്റ് ഗോളിന് പേരിൽ പുറത്തുപോകേണ്ടി വരുന്നുണ്ടെങ്കിലും അക്കാലത്തെ ചെൽസി ബാഴ്സ പോരാട്ടങ്ങൾ ഫുട്ബോൾ പ്രേമികൾ ഇക്കാലവും ഓർത്തിരിക്കും. ക്യാമ്പ് ന്യൂവിലെ ആദ്യപാദ മത്സരത്തിൽ 2-1 തോൽവി തിരിച്ചു കഴിഞ്ഞപ്പോൾ പോലും അയാളുടെ ആത്മവിശ്വാസത്തിന് തരിമ്പും കോട്ടം തട്ടിയിട്ടില്ലായിരുന്നു. They want to go to the quarterfinal, we want to do the same. അയാളുടെ വാക്കുകൾ കളിക്കാർ അതേപടി മൈതാനത്ത് പകർത്തിയപ്പോൾ വെറും 17 മിനിറ്റുകൾക്കകം 3 തവണയാണ് വിക്ടർ വാൽഡസിന് ഗോൾ വല കൊലുത്തുന്നത്. റൊണാൾഡീനിയോട് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോൺട്ടറുടെ ഹെഡർ ബാഴ്സലോണയുടെ മുകളിൽ അവസാനത്താണി അടിച്ചു കയറ്റി. വൈ മൗറിഞ്ഞോ ഇസ് എ സ്പെഷ്യൽ വൺ എന്നത് ലോകത്തിന് മനസ്സിലായി തുടങ്ങിയ നാളുകൾ കൂടെയായിരുന്നു അത്. ടാക്ടിക്കൽ ബ്രില്യൻസിനും മാൻ മാനേജ്മെന്റിനും പുറമെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു, പ്രകോപിപ്പിക്കാൻ കഴിയുന്നവരെ വാക്കുകളാൽ ചൊടിപ്പിച്ചു, എതിർ ടീമിലെ മാനേജർമാരുമായും റഫറിമാരുമായി എല്ലാം കൊമ്പുകോർത്തു തന്റെ മൈൻഡ് ഗെയിംസ് പ്രാവർത്തികമാക്കിയ അയാൾ വാർത്താ സമ്മേളനങ്ങളിൽ പലപ്പോഴും മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധയെല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കുകയും തന്റെ കളിക്കാരെ സമർത്ഥമായി സംരക്ഷിക്കുകയും ചെയ്തു. അടുത്ത സീസണിലും വലിയ മാർജിനിൽ ലീഗും FA കപ്പും എല്ലാം സ്വന്തമാക്കിയ മൗറിഞ്ഞോയ്ക്ക് പക്ഷേ യൂറോപ്യൻ സക്സസ് മാത്രം അപ്പോഴും അകന്നുനിന്നു. ഇതോടെ 2 വ്യത്യസ്ത രാജ്യങ്ങളിലായി 4 ലീഗ് കിരീടങ്ങൾ തുടർച്ചയായി സ്വന്തമാക്കാൻ കഴിഞ്ഞ മൗറിഞ്ഞോയ്ക്ക് അടുത്ത സീസണിൽ പക്ഷേ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വിജയിച്ചുകൊണ്ടിരുന്ന മൗറിഞ്ഞോ എടുത്തണിഞ്ഞിരുന്നത് ഒരു അഹങ്കാരിയുടെ മൂടുപടമായിരുന്നെങ്കിൽ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ അയാളെ വഴക്കാളിയായി മാറുന്നു. ഓണർ റോമൻ അബ്രമോവിച്ചുമായും സ്പോർട്ടിംഗ് ഡയറക്ടർ അബ്രാം ഗ്രാൻഡുമായെല്ലാം സ്വരച്ചേർച്ചകൾ തുടങ്ങിയതോടെ തന്റെ 4ാം സീസണിന്റെ പകുതിക്ക് മൗറിഞ്ഞോ ചെൽസി വിട്ടു. പര്യവസാനം അത്ര ശുഭമല്ലായിരുന്നുവെങ്കിലും ചെൽസിയെ യൂറോപ്പിലെ ഒരു പവർ ഹൗസാക്കി മാറ്റിയ ശേഷം ആ ക്ലബിന്റെ തലവരെ തന്നെ തിരിച്ചെഴുതിക്കൊണ്ടാണ് അയാൾ കളം വിടുന്നത്. അതിനുശേഷം ചെൽസി നേടിയ പല നേട്ടങ്ങൾക്ക് പുറകിലും അയാൾ സൃഷ്ടിച്ചെടുത്ത കോർ ടീമിനും അയാൾ അവർക്ക് പകർന്നു നൽകിയ നെവർ ഡൈ ആറ്റിറ്റ്യൂഡിനും ഒട്ടും ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നു. തന്റെ ആദ്യ പ്രസ് കോൺഫറൻസുകളെല്ലാം എന്തെങ്കിലും പുതുമ കൊണ്ടുവരാറുള്ള അദ്ദേഹം ഇത്തവണ എല്ലാവരും ഞെട്ടിക്കുന്നത് ഒഴുക്കുള്ള ഇറ്റാലിയൻ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ്. ആദ്യ സീസണിൽ തന്നെ 10 പോയിന്റിന്റെ ലീഡിന് ലീഗ് സ്വന്തമാക്കുന്നുണ്ടെങ്കിലും ഇന്റർ മാനേജ്മെന്റ് ആരാധകർ ഒട്ടും തൃപ്തരല്ലായിരുന്നു. കാരണം കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ലീഗ് കിരീടം സ്വന്തമാക്കിയ റോബർട്ടോ മാൻചീനി അവർ സാറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ കിരീടം മാത്രം ലക്ഷ്യമിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി തോറ്റു പുറത്താവുകയും സ്റ്റാർ സ്ട്രൈക്കർ ഇബ്രാഹിമോവിച്ച് ബാഴ്സയിലേക്ക് കൂടുമാറുകയും ചെയ്തതോടെ അയാൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചു തുടങ്ങി. സൂപ്പർ കോപ്പ കിരീടം ലാസിയോയ്ക്ക് അടിയറ വയ്ക്കുകയും ആദ്യ ലീഗ് മത്സരത്തിൽ പുതിയതായി പ്രൊമോട്ട് ചെയ്തു വരുന്ന FC ബാർണോട് സമനില വഴങ്ങുകയും ചെയ്തതോടെ അയാളുടെ സൈന്യങ്ങളെ പറ്റി ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി. ഒരു പറ്റം വയസ്സന്മാരെയും പാരന്റ് ക്ലബുകൾ കഴിഞ്ഞുവിട്ട് ചില കളിക്കാരെയും വെച്ച് എങ്ങനെ ചാമ്പ്യൻസ് ലീഗ് നേടാനാണ് എന്ന ശങ്കയെ ശരിവെച്ചുകൊണ്ട് ആദ്യത്തെ 3 യൂറോപ്യൻ ലീഗ് മത്സരങ്ങളും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിർണായക മത്സരത്തിൽ റൂബൻ കസാനെ 2 ഗോളുകൾക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കഷ്ടിച്ച് കടന്നുകൂടിയ മൗറിഞ്ഞോയുടെ സംഘം ഒരിക്കൽ കൂടെ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ്. പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരായ ആൻചലോട്ടിയുടെ ചെൽസിയും CSK മോസ്കോയും അടുത്ത റൗണ്ടുകളിൽ പരാജയപ്പെടുത്തിയ അവർക്ക് സെമി ഫൈനലിൽ നേരിടേണ്ടി വരുന്നത് സ്പാനിഷ് ചാമ്പ്യന്മാരെയാണ്. ജോസഫ് ഗാർഡിയോളയും മെസ്സിയും ചാവിയും അടങ്ങുന്ന ബാഴ്സലോണ ഡ്രീം ടീം. എന്നാൽ ടിക്കി ടാക്കയെ ബ്രേക്ക് ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഇരുപാദങ്ങളിലുമായി 3-2 സ്കോറിന് അവർ ജയിച്ചേരും. സാന്റിയാഗോ ബെർണബിയിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മൗറിഞ്ഞോയ്ക്ക് നേരിടാനുണ്ടായിരുന്നത് ലൂയിസ് വാൻ ഗാലിന്റെ ബയേൺ മ്യൂണിക്കിനെയായിരുന്നു. അപ്പോഴേക്കും ഗുരുവിനേക്കാൾ കേമനായി മാറിയുന്ന ശിഷ്യന് മുന്നിൽ വാൻ ഗാലിന് മറുപടി ഇല്ലാതായതോടെ ഡീഗോ മിനിറ്റയുടെ 2 ഗോളുകളുടെ ബലത്തിൽ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ കൂടെ ഇന്റർ മിലാൻ ചാമ്പ്യൻസ് ലീഗിൽ എടുത്ത് കുത്തുന്നു. കാൽപന്തിന്റെ നാൾവഴികൾ ഏറ്റവും ഇംപ്രസീവായ തേരോട്ടങ്ങൾക്കൊടുവിൽ ഇന്ററിന് ട്രിബിൾ നേടിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ മൗറിഞ്ഞോ ആരാധകരോട് വിട പറഞ്ഞു. എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടിയുള്ള ഓഡീഷൻ ആദ്യമായി പാസ്സായി കഴിഞ്ഞിരുന്ന അദ്ദേഹം റയൽ മാഡ്രിഡ് ജോബ് ഏറ്റെടുക്കാനുള്ള തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് തന്റെ കരിയറിലെ ഏറ്റവും വലിയ കൂടുമാറ്റത്തിന് തയ്യാറെടുത്തു. റയൽ മാഡ്രിഡിലെ 3 സീസണുകളും ചെൽസിയിലേക്കുള്ള മടങ്ങിവരവും ഒരു എലീറ്റ് മാനേജർ എന്ന ലെവലിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പതനമെല്ലാം വിശദമായി നാം പ്രതിപാദിക്കുന്നത് അടുത്ത പാർട്ടിലാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2.